ബലാത്സംഗ കേസിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജയിലിലേക്ക്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രാഹുലിനെ റിമാൻഡ് ചെയ്തു. രാഹുലിനെ ഉടൻ മാവേലിക്കര ജയിലിലേക്ക് മാറ്റും. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജയിലിലേക്ക്. ബലാത്സംഗ കേസിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജയിലിലേക്ക് എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രാഹുലിനെ റിമാൻഡ് ചെയ്തു. രാഹുലിനെ ഉടനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റും. ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കുന്നത്. ഇതിനിടയിലാണ് റിമാൻഡ് നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലായി വിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം കോടതി വിശദമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. തിരുവല്ലയിലെ ഹോട്ടലിലടക്കം, സ്വകാര്യ ഹോട്ടലിലടക്കം രാഹുലിനെ കൊണ്ടുപോയി അന്വേഷണ സംഘം തെളിവെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈസലുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഫൈസൽ, വിശദാംശം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹാജരാക്കിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ രാഹുൽ റിമാൻഡിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നാളെയാണ് തിരുവല്ല കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ ജാമ്യഹർജി പരിഗണിക്കും. നാളെ അത് മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം ഹാജരാകുമെന്നാണ് അദ്ദേഹത്തിന്റെ ഇന്ന് ഇവിടെ ഈ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനാൽ ഇന്നിവിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞത് മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം നാളെ ഹാജരാകും. തിരുവല്ല കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത്. മാത്രമല്ല ജയിൽ മാറ്റാനുള്ള അപേക്ഷകളൊന്നും നൽകിയിട്ടില്ല എന്നും അഭിഭാഷകൻ പറയുന്നുണ്ട്. ഏതായാലും 2 ഫോൺ പിടിച്ചെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയും അതിന്റെ വിശ്വസ്തത തന്നെയും നാളെ ഈ കോടതിയിൽ പ്രധാനമായും ഉന്നയിക്കുമെന്ന് തന്നെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ 11:30യോടെയാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരിച്ച് AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി തുടർന്ന് 1:15 അല്ലെങ്കിൽ 1:30യോടെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. മജിസ്ട്രേറ്റ് അതിനുശേഷം റിമാൻഡ് ചെയ്തു. SIT കസ്റ്റഡി കാലാവധി നീട്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നേരത്തെ SIT ആവശ്യപ്പെട്ടത്. അതിൽ 3 ദിവസമാണ് നൽകിയത്. എന്നാൽ ഈ അവസരങ്ങളിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ SITയുമായി അല്ലെങ്കിൽ അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തിട്ടില്ല, ലാപ്ടോപ്പ് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസുമായി സഹകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് പോലീസ് കസ്റ്റഡി കാലാവധി നീട്ടി ആവശ്യപ്പെടാതെ തരുന്നത്. നാളെ ഏതായാലും ജാമ്യഹർജി പരിഗണിക്കുന്നുണ്ട്. അജി കുഞ്ഞുമാൻ, വിശദമായി തന്നെ ഈ ചോദ്യം ചെയ്യാൻ SIT സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഫൈസൽ അസീസ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇന്ന് അവിടെ എത്തിയത്. അപ്പോൾ ഫൈസൽ, മാവേലിക്കരയിൽ എത്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സബ് ജയിലിൽ എത്തിച്ചിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ? അജി കുഞ്ഞുമാൻ, ഏതായാലും ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഉള്ളൂ. ഏതായാലും ഏകദേശം ഒരു 3:30 മാവേലിക്കര എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പോലീസ് കരുതിയതുപോലെ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിലും അല്ലെങ്കിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിലും അല്ലെങ്കിൽ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോഴും പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പോലീസ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. അതിന് അതായത് സുരക്ഷാ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം ഏകദേശം 3:30 മാവേലിക്കര സബ് ജയിലിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.